ആനക്കേരളത്തിൻ്റെ പെരുമ വിളിച്ചോതുന്ന രണ്ട് ഉയരക്കേമന്മാർ. ചെർപ്പുളശ്ശേരി രാജശേഖരനും ചിറക്കൽ കാളിദാസനും. കുന്നംകുളത്തെ പേരുകേട്ട പഴഞ്ഞിപ്പെരുന്നാളിന് യങ്സ് കമ്മിറ്റിക്ക് വേണ്ടി അവർ ഒന്നിച്ചപ്പോൾ ആവേശത്തിരയിലായത് ഒരു കൂട്ടം ആനപ്രേമികൾ തന്നെ. അണിഞ്ഞൊരുങ്ങിയെത്തുന്ന ഗജവീരന്മാർ പെരുന്നാൾ സംഘങ്ങൾക്ക് അഭിമാനമെങ്കിൽ ഇക്കുറി പഴഞ്ഞിപ്പെരുന്നാൾ യങ്സ് കമ്മിറ്റിക്ക് 1000 ഇരട്ടി അഭിമാനിക്കാം. ആതിര രാജശേഖരനായും പുത്തൻകുളം രാജശേഖരനായും ഒരു കാലഘട്ടത്തിൻ്റെ പ്രൗഢി വിളിച്ചോതിക്കൊണ്ട് കളം നിറഞ്ഞാടിയ ഗജസാമ്രാട്ട് യങ്സ് കമ്മിറ്റിക്കായി എത്തുമ്പോൾ കൂടെ ഇന്നിൻ്റെ ഉയരക്കേമൻ കാളിദാസനും ചേരുന്നു. ഇത് ഒരു ആവേശം തന്നെയാണ്. ആനപ്രേമം നെഞ്ചിലേറ്റിയ ഓരോ മലയാളിക്കും അഭിമാനിക്കാം. ഒത്തുചേരുന്നത് രണ്ട് കാലഘട്ടത്തിൻ്റെ പ്രതിനിധികളായ ഉയരക്കേമന്മാർ. ഗജസംഗമവേദിയായ പഴഞ്ഞി ഗ്രൗണ്ടിന് സമീപത്തെ റോഡുകളിൽ തിരക്കേറി വരുന്നുണ്ട്. ആ തിരക്കിനിടയിലൂടെയായിരുന്നു ലോറി ഇറങ്ങി കാളിദാസൻ്റെ വരവ്. ആ വരവിൻ്റെ ദൃശ്യങ്ങൾ പകർത്തി നിൽക്കുമ്പോൾ തന്നെ എതിർഭാഗത്തെ വഴിയിൽ നിന്നും രാജശേഖരനും വരുന്നു. സത്യത്തിൽ നായകന്മാർ ഒരുമിച്ച് തന്നെയാണ് യങ്സ് കമ്മിറ്റിയിലേക്ക് എത്തിയത്. ഇരുവരും ഒരുമിച്ച് വന്നതുകൊണ്ട് തന്നെ രണ്ടുപേരുടെയും ദൃശ്യങ്ങൾ പകർത്താൻ അല്പം ഓടേണ്ടി വന്നു എന്ന് സാരം. ആനകൾ വന്നിറങ്ങി അല്പനേരം കമ്മിറ്റിയുടെ സമീപത്തെ പറമ്പിൽ വിശ്രമം. അതിനുശേഷം മാത്രമേ പരിപാടി തുടങ്ങുന്നുള്ളൂ. രാജശേഖരൻ ആനയിൽ കൊപ്പം സുബ്രുവേട്ടനാണ് ഇപ്പോൾ ഒന്നാമനായി ഉള്ളത്. കാളിദാസന് തൃക്കാരിയൂർ വിനോദേട്ടനും. രണ്ടുപേരും നല്ല ഇരുത്തം വന്ന ചട്ടക്കാർ തന്നെ. ആനകൾ വിശ്രമിക്കുന്ന സമയത്ത് പാപ്പാന്മാരുടെയും സൗഹൃദ സംഭാഷണങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ പരിപാടി തുടങ്ങാനുള്ള സമയമായിരിക്കുന്നു. ആനകളെയും കൊണ്ട് പാപ്പാന്മാർ കമ്മിറ്റി പരിസരത്തേക്ക് നടക്കുകയാണ്. ആട്ടം കലാസമിതിയാണ് യങ്സ് കമ്മിറ്റിക്ക് വേണ്ടി മേളം കൊട്ടുന്നത്. ഇത് ആനപ്രേമികൾക്കും മേളപ്രേമികൾക്കും ഒരുപോലെ ആവേശ നിമിഷം തന്നെയെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈയൊരു ഗജസംഗമത്തിന് ആനകൾക്ക് തലയെക്കെട്ടില്ല എന്നതുകൊണ്ട് തന്നെ ആനച്ചന്തം ആസ്വദിക്കാൻ പരിപാടി തീരും വരെ സാധിക്കുമെന്നത് ഒരു പ്രത്യേകത തന്നെയാണ്. ആനകളെ ചമയങ്ങളില്ലാതെ കാണാൻ ആഗ്രഹിക്കുന്നവരാകും ആനപ്രേമികളിൽ ഏറെയും. പരിപാടി ആരംഭിച്ച് ആദ്യം പള്ളിയിൽ ചെന്നതിന് ശേഷമാണ് ഗജസംഗമവേദിയിലേക്ക് ആനകളെ എത്തിക്കുക. പാമ്പാടി രാജനും തിരുവാണിക്കാവ് രാജഗോപാലും പുതുപ്പള്ളി സാധുവും ഉൾപ്പെടെ 30ഓളം ആനകൾ അണിനിരക്കുന്നിടത്തേക്കാണ് യങ്സ് കമ്മിറ്റിക്ക് വേണ്ടി ആനക്കേരളത്തിൻ്റെ ഉയരക്കേമന്മാർ ചെന്നെത്തുന്നത്. രാജശേഖരൻ്റെയും കാളിദാസൻ്റെയും ഒരുമിച്ചുള്ള കടന്നുവരവ് പഴഞ്ഞി ഗ്രൗണ്ടിൽ ആനപ്രേമികൾക്ക് എന്നും ഓർത്തുവെക്കുന്ന നിമിഷങ്ങളായി മാറിയേക്കാം. ഒരുമിച്ചിരിക്കുന്നത് രണ്ട് ഉയരക്കേമന്മാരെങ്കിലും അനാവശ്യമായ തലയെടുപ്പ് മത്സരങ്ങൾക്ക് കളമാകുന്നില്ല ഇവിടം. രണ്ടാനകൾക്കും കൂടെയുള്ളത് ഇരുത്തം വന്ന ചട്ടക്കാർ തന്നെയെന്നത് തന്നെയാണ് അതിന് ഒരു കാരണം. ആനപ്രേമികളുടെ ആവേശം ഉൾക്കൊണ്ട്
ചുരുക്കം ചില നിമിഷങ്ങളിൽ മാത്രം കാളിദാസനെ ഒന്ന് വിനോദേട്ടൻ തട്ടിക്കയറ്റി നിർത്തിയിരുന്നു. അതിനുള്ള പ്രായവും ആരോഗ്യവും കാളിദാസന് അനുകൂലം തന്നെയാണ്. എന്നാൽ ചെർപ്പുളശ്ശേരി രാജശേഖരൻ ആനയുടെ പ്രായവും ആരോഗ്യവും പരിഗണിച്ചാൽ ഏറെ പക്വമായ സമീപനം തന്നെയാണ് കൊപ്പം സുബ്രുവേട്ടൻ സ്വീകരിച്ചിരിക്കുന്നത്. ഒരു നിമിഷം പോലും രാജശേഖരൻ ആനയെ തലയുർത്തി നിർത്തിക്കാൻ അദ്ദേഹം ശ്രമിച്ചതായി കണ്ടില്ല. സുബ്രുവേട്ടനോട് ഏറെ ആരാധന തോന്നിയ കാര്യവും അതുതന്നെ. മേളം അവസാനിപ്പിച്ചു. ആനകളിനി ഗജസംഗമ വേദിയിലേക്ക്. മറ്റു കമ്മിറ്റികളുടെ ഗജവീരന്മാർ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി ആ ആവേശ കാഴ്ചകളിലേക്കാണ്. ഇവിടെ ചരിത്രം കുറിക്കുന്നതും പല നാടും കടന്നു വന്ന ഗജരാജാക്കന്മാർ വള്ളുവനാടിന്റെ ചൂടിൽ ശിലകളിൽ ആവാഹിച്ചു വന്നിട്ടുള്ള കൂട്ടരെ ആവലിയാനയും. ആനക്കാഴ്ചകൾ തുടരുകയാണ്. സഞ്ചരിക്കാൻ ഇനിയും ഏറെ ദൂരം ബാക്കി. ഒപ്പിയെടുക്കാൻ ഏറെ കാഴ്ചകളും. കാത്തിരിക്കുക പുതുമയാർന്ന കാഴ്ചകൾക്കായി.